എന്താ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന്? ഇതൊക്കെ എന്നെ ക്ലോസ് ചെയ്തല്ലേ? ഞാൻ റീകണക്ട് ചെയ്യാനൊന്നും വിളിച്ചതല്ല. പറ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പൊ എന്നെ അഭിനയം പഠിപ്പിക്കാൻ അവന്മാരെല്ലാം കൂടെ ഒരുത്തരെ കൊണ്ടുവന്നേക്കുക. അത് വളരെ മികച്ചൊരിതാ. റീസെന്റ് 2-3 പടം പൊട്ടിന്നുള്ളൂ മാറ്റി നിർത്തിയ ഒന്നുമില്ല, ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? എന്ത് സൂപ്പർ സ്റ്റാർ ഡേവിഡ്? അൾട്ടിമേറ്റ്ലി യു ആർ ആൻ ആക്ടർ. യു സപ്പോസ് ടു ബി ആൻ ആക്ടർ. യു ഷുഡ് ബി ആൻ ആക്ടർ. ഞാൻ ആക്ടർ അല്ലേ? അത് നീ നിന്റെ അടുത്ത് തന്നെ ചോദിക്കും. Now that's a change. തിരിച്ചു പറയാനൊന്നും ഇല്ലേ? അപ്പൊ ശരിക്കും മേടിച്ചിരിക്കുകയാണല്ലേ? ഏയ്, നീ കരയാണോ? സീരിയസ്ലി ഡേവിഡ്, ഈ കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് സത്യ. യു ഇൻസെൻസിറ്റീവ് സെൽഫ് ഓക്യുപൈഡ് പ്രിക്ക്. നീ കാരണം ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്കിങ്ങനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ആരുമില്ല. അത് നിന്റെ കുഴപ്പം. ഓക്കെ, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ആക്ടിങ്. അത് പഠിക്കുന്ന അങ്ങോട്ട്. ആൻഡ് ഫോർ എ ചേഞ്ച് ചുറ്റുമുള്ളവർ പറയുന്ന ഒന്ന് കൺസിഡർ ചെയ്യ. അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും. ആൾക്കാർ അറിഞ്ഞ എന്ത് വിചാരിക്കും? ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ല നിന്നെ കൊണ്ട് പറ്റൂലെന്ന്. പിന്നെന്താ കുഴപ്പം? പിന്നെ ഈ സൂപ്പർ സ്റ്റാർ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഉള്ളൂ. പുറത്തെല്ലാവരും ആക്ടേഴ്സ് ആണ്. എത്ര വലിയ ആക്ടർ ആണെങ്കിലും ഓരോ സിനിമയ്ക്ക് ഓഡിഷൻ ചെയ്യണം. ഇതിപ്പോ എന്താ, അഭിനയം പഠിക്കാൻ പോകുന്നു, നല്ല കാര്യല്ലേ? ഇനിയിപ്പോ ആൾക്കാരെ എന്നെ കുറ്റം പറയാൻ പോയാ അവന്റെ കുഴപ്പം. അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ. അത് പക്ഷെ വർക്കൗട്ട് ആയില്ല. ഞങ്ങൾ തമ്മിൽ തെറ്റി, പുള്ളി പോയി. നാച്ചുറലി. അല്ലെങ്കിൽ പോകുന്നവരുടെ പിറകെ പോകുന്ന ശീലമില്ലല്ലോ. Put some effort at least once in your life, David. ഈ ആൾക്കാരെയൊന്നും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റൂല. അതിന് ഈ സൂപ്പർ സ്റ്റാർ ഷീൽഡ് ഒന്നും പോരാ. ഞാനൊരു കാര്യം പറയാം, നീ ആദ്യം ഈ പെണ്ണ് പിടിയും പൊടിയടിയൊക്കെ നിർത്തി നിന്റെ കാര്യം നോക്കാൻ നോക്ക്. റോളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? മാഡം ഷോട്ട് റെഡി. വരാം. അൻപവൽ, ഞാനിപ്പോ നിങ്ങൾ സീൻ കണ്ടിരുന്നു. നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. മാഡത്തിന്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഇല്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാൻ ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ്. വെറുതെ അല്ല, അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തന്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് കണ്ടുകഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലായിരുന്നു മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എന്റെ പെർഫോമൻസിനെ പറ്റി പറയാല്ലേ ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തിലോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ ആ പിള്ളേർ വയറ് നമ്മളുള്ള റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്.
അതൊക്കെ അത് പക്ഷേ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരണം, നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറേ നേരമല്ല തിയറി പറയുന്നു, ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് വായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ പക്ഷേ കാണിച്ചു കൊടുക്ക്. അത് കാണിക്കുന്നത് നിങ്ങൾ കാണിക്കണത് അത് ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്, ഒറ്റ പ്രാവശ്യം കാണിക്കാം. മതി. ഓക്കെ. ഇല്ലാത്ത പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ കുട്ടിയുടെ ഇയാൾ കാണിക്കാൻ പറ്റുമോ? കാണിക്കണം. കുറേ നേരമായി. ഞാൻ പറഞ്ഞ എക്സ്ട്രീം ആയിരിക്കും, പിന്നെ എന്താ ലൈറ്റ് അല്ല. നീ തെച്ചിരിക്കുന്നു, ഞാൻ തെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ മോശം കാണിക്കാൻ തന്നെ മരിക്കണം. നിന്റെ ഭാഗ്യമാണ്, നിന്റെ ഈ സായിബാവുള്ള ഫേസ് ഇല്ലേ, അത് തന്നെ ഒരു ട്രാജഡി. ഈഗോന്നല്ലേ അവരുടെ തമാശ. ചേട്ടൻ എന്താ ചിരിക്കണ കുറെ നേരമായിട്ട്? കണ്ണോടക്ക് കണ്ണോടക്ക്. ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ, ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ? അയ്യോ, ഡേവിഡില്ല, സൂപ്പർ സ്റ്റാർ. ഇന്നലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ. ഈ സൂപ്പർ സ്റ്റാർ പട്ടമുണ്ടല്ലോ, അതൊരിക്കൽ കിട്ടിയപ്പോൾ എന്നെ മാറ്റാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിക്സ് ഓൺ യു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? ടൈം കിട്ടിയില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താ പേര്? നോക്കാം. ആളത്ര പരിചയം തോന്നുന്നു. തരക്കേടില്ല. ഡബിൾ റോളാ? ഓ, ട്വിൻസ് ആണല്ലേ, ചോദിച്ചോളൂ. ചേട്ടൻ്റെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് കുറച്ച് ലക്ഷറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ്. ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഡേവിഡ് സാറിന് ഇനി അധിക സമയമില്ല, അതുകൊണ്ട് ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ചൂസ് വൈസ്ലി. ഒരു മിനിറ്റ്. മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഈ കൈയടിയാണോ?
അത് വെറും പൊള്ളയാണ്. പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ കാണണം. താൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ കണ്ടോ? എന്താ? ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടാ, ചേട്ടന്റെ നോട്ടം ഊഫ്. സിനിമ പറ, സീൻ. സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്.